പത്തനംതിട്ട ഓമലൂരിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ചു. അടൂരിലേക്ക് പോയ ശ്രീമുരുകൻ എന്ന ബസ്സിലാണ് തീപിടിച്ചത്. നാട്ടുകാരുടെ സമയോചിതമായ ഇടപെടൽ മൂലമാണ് വൻ ദുരന്തം ഒഴിവായത്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, വൈകുന്നേരമാണ്, വലിയ തിരക്കുണ്ടാകുന്ന സമയമാണ്. അപകടങ്ങളില്ലാതെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിച്ചോ? തീർച്ചയായും ഇന്ന് രാവിലെയാണ് നമ്മൾ അപകടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പമ്പയിൽ ഒരു KSRTC ബസ്സിന് തീപിടിച്ചു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു സ്വകാര്യ ബസ്സിന് തീപിടിച്ചു എന്നൊരു വാർത്ത കൂടി പത്തനംതിട്ടയിൽ നിന്ന് പുറത്തു വരുന്നത്. എന്തായാലും സ്റ്റാർട്ടർ കത്തിയതാണ് അപകട കാരണം എന്നാണ് ഏറ്റവും പ്രാഥമികമായി ഫയർഫോഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രദേശത്ത് പരിശോധന തുടരുകയാണ്. ഓമല്ലൂർ ക്ഷേത്രത്തിന് തൊട്ട് പരിസരത്ത് വെച്ചാണ് ഇങ്ങനൊരു സംഭവം നടന്നത്. എന്തായാലും വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു, ആളുകൾ നിറയെ ഉണ്ടായിരുന്നു. ഈ സമയം പുകയുരുന്നത് കണ്ട് ഡ്രൈവറും അതുപോലെ തന്നെ ക്ലീനറും കണ്ടക്ടറും അടക്കമുള്ള ആളുകളെ പൂർണ്ണമായി വാഹനത്തിൽ നിന്ന് ഇറക്കുകയായിരുന്നു. ഉടൻ തന്നെ തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായി. പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത മേഖലയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാനുള്ള ശ്രമം ആരംഭിച്ചു. അതിനു മുന്നേ തന്നെ നാട്ടുകാർ എന്തായാലും ഇടപെട്ട് തീയണയ്ക്കാനുള്ള ഇടപെടൽ നടത്തിയിരുന്നു. അവിടെ വാഹന ഗതാഗത നിയന്ത്രണം അടക്കം നാട്ടുകാർ ഏറ്റെടുക്കുകയായിരുന്നു. എന്തായാലും ഒരു നാടിന്റെ സംയോജിതമായ ഇടപെടലാണ് വൻ അപകടം ഒഴിവാക്കിയതെന്ന് നിസ്സംശയം പറയാം. എന്തായാലും ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും അതുപോലെ തന്നെ ഫയർഫോഴ്സും ഒക്കെ ആ പ്രദേശത്ത് തുടരുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു പരിശോധന നടത്തുന്നുണ്ട്. ഈ ശ്രീമുരുകൻ എന്ന് പറയുന്ന ബസ്സിന് നിലവിൽ ഫിറ്റ്നസ് ഉള്ളതാണ്. എന്താണ് കംപ്ലൈന്റ്, എന്താണ് പ്രശ്നം എന്ന കാര്യത്തെക്കുറിച്ച് ഒരു പരിശോധന തുടരുകയാണ് ഇപ്പോഴും. ശരി ശ്രീജിത്ത്, പത്തനംതിട്ട ഓമലൂരിൽ വെച്ചാണ് ശ്രീമുരുകൻ എന്ന സ്വകാര്യ ബസ്സിന് തീപിടിച്ചത്. ഏതായാലും സമയോചിതമായ നാട്ടുകാരുടെ ഇടപെടൽ, യാത്രക്കാരുടെ ഇടപെടൽ, അതുവഴി അപകടങ്ങൾ ഒഴിവാകുന്നു. ആശ്വാസകരമായ വാർത്തയാണ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.